ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ വ്യാഴ രാശിമാറ്റത്തിന്റെ ഫലം ഒന്ന് പരിശോധിക്കാം. ആശയങ്ങൾ ആകാശം തേടുന്ന സമയം. ഗുരു പറയുന്നു, നീ വഴികാട്ടിയാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2ഉം 11ഉം ഭാവാധിപനാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതായത് മിഥുനൻ രാശിയിലൂടെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ധനനേട്ടം ഉണ്ടാകുന്നതിനും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും അനുകൂലമായ സമയമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ജൂൺ 2 വ്യാഴം കർക്കിടകം രാശിയിലേക്ക് എത്തുമ്പോൾ അത് കുംഭം രാശിക്കാർക്ക് 6ാം ഭാവമാണ്. 6 എന്നത് അത്ര നല്ല ഭാവമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും 5ലെ വ്യാഴത്തിന്റെ സമയത്ത് പൂർവ്വ പുണ്യത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ സൗഹൃദങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ വ്യാഴം ജൂൺ 2 രാശി മാറി 6ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ 6ാം ഭാവം നല്ലതല്ലാത്തതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. വ്യാഴം ഉച്ചത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്ന 10ാം ഭാവം, 12ാം ഭാവം, 2ാം ഭാവം എന്നിവ അതീവ ഗുണപ്രദമായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന സമയമാണ്. 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നും അനുഭവയോഗ്യമായി ചിലപ്പോൾ അറിഞ്ഞു അല്ലെങ്കിൽ അനുഭവപ്പെട്ടു എന്ന് വരില്ല. ആദികളും വ്യാധികളും വർദ്ധിച്ചു നിന്നേക്കാം. ഉച്ചസ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്ഥാനഭ്രംശം ഉണ്ടാകാനോ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രമോഷൻ പോലെയുള്ള ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. നല്ല ധനലാഭം ഉണ്ടാകുന്നതാണ്. ശത്രുനാശവും ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ സുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള യോഗം ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. ഇനി സ്ഥാനഭ്രംശം ഉണ്ടായാൽ പോലും അതൊക്കെ നല്ല ഗുണാനുഭവങ്ങളായി മാറുന്ന രീതിയിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതല്ല. നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കുംഭക്കൂറുകാർക്കും ലഭിക്കുക. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.